ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ. നമ്മളിപ്പോൾ മാങ്കുളത്താണുള്ളത്. കൊച്ചിയിൽ നിന്ന് വൈകുന്നേരം ഡ്രൈവ് ചെയ്ത് ഇവിടെ മാങ്കുളത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നല്ലൊരു ഓഫ് റോഡ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ടാണ് മാങ്കുളത്ത് എത്തിയിട്ടുള്ളത്. ഒരു കാടിന് ചുറ്റും ഒരു ടെൻ്റ് അടിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനും ഒരു 6 കൂട്ടുകാരും കൂടിയാണ് ഇവിടെ എത്തിയേക്കുന്നത്. രാത്രി എത്തിയേക്കുന്നത് കൊണ്ട് വഴീനെക്കുറിച്ചും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാളെ രാവിലെ തൊട്ടാണ് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ നാളെ കാണിച്ചു തരാം. നമുക്ക് മാങ്കുളത്തിലെ കുറച്ച് വിശേഷങ്ങൾ, രാത്രിയിലെ കുറച്ച് കാര്യങ്ങൾ ആദ്യം കണ്ടിട്ട് പിന്നെ വ്ളോഗിലേക്ക് പോകാം. കാണുന്നതാണ് പുറത്തുള്ള ഔട്ട് ഹൗസ്. വലിയൊരു സെറ്റപ്പ് ഒന്നല്ല, പക്ഷെ നാച്ചുറൽ ആംബിയൻസ് ഒക്കെ ഉണ്ട്. അടച്ചുറപ്പൊന്നും ഇല്ലാത്ത കാരണം ഈ തണുപ്പത്ത് അവിടെ കിടക്കണത് അത്ര സേഫ് ആകത്തില്ല. വന്നപാടെ തന്നെ നമ്മുടെ കൂട്ടുകാർ തീയൊക്കെ കത്തിച്ച് ശരീരമൊക്കെ ചൂടാക്കാനുള്ള പരിപാടിയാണ്. അതോടൊപ്പം ചിക്കനെ ഒന്ന് ഗ്രില്ലടിക്കണം. നല്ല ഇരുട്ടായത് കാരണം ഫോണിന് വല്ല ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. ബാക്കി നാളെ നേരം വെളുത്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇത് കണ്ട രാവിലത്തെ സീനാണ്. ആ ടെൻ്റ് ഒന്ന് തുറന്നിട്ട് കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു കാടിനുള്ളിലാണ്. ചുറ്റും വലിയ വലിയ മരങ്ങൾ, കിളികളുടെ ശബ്ദം. ഏറ്റവും എടുത്തു പറയേണ്ടത് ഓക്സിജനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഇടുക്കിയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ശുദ്ധവായു ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കിടു ഫീലിംഗ് ആണ് കേട്ടോ. ചുറ്റും പച്ചപ്പും കാടും നല്ലൊരു ആംബിയൻസ് ആണ്. മാങ്കുളത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. എന്തായാലും വല്ലാത്തൊരു ഫീലിംഗ് ആണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറും കൂടി ആകുമ്പോൾ പൊളിയായിട്ടുണ്ട്. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെയുള്ളൊരു പ്ലേസാണ്. കരിങ്കൽ ഗോറിയാണ്. ആദ്യം കണ്ട സ്ഥലമായത് കാരണം ആദ്യം ഇത് തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കൊള്ളാം, കിടു പ്ലേസാണ്. രാവിലെ എല്ലാവരും ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ ഭാഗമായിട്ട് തൊട്ട് പറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വെറുതെ ഒന്ന് നടക്കുകയാണ്. രാവിലത്തെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ എന്താണെന്ന് ചുറ്റും കാണാൻ വേണ്ടി നടക്കുകയാണ്. അനുവാണ് ആദ്യം പോണത്. കൊള്ളാം, ഒരു കാടും പടലയും ഒക്കെ എല്ലാം ഉള്ളൊരു പ്ലേസ് തന്നെയാണ്. അന്തരീക്ഷമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അനു പേടിച്ചേട്ടാ. ഞങ്ങൾ ചുമ്മാ നടന്നപ്പോൾ ഞങ്ങളെ കുരങ്ങന്മാർ ഓടിച്ചിട്ട് സീനാണ് ഈ കാണുന്നത്. ചുറ്റും കുരങ്ങന്മാരാണ് നിറച്ചവിടെ. അത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അവന്മാർ തിരിച്ച് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്ന കണ്ട് വെച്ച് അലക്കുകയാണ്. ഞങ്ങൾ തിരിച്ചോടിപ്പോരുവാണ്. എല്ലാവരും പേടിച്ചിട്ടാ. ഭയങ്കര സീനായിരുന്നു. കുരങ്ങന്മാർ കൂട്ടമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഫോട്ടോ എടുക്കാൻ നിൽക്കാനുള്ള ഒരു ടൈമിങ് പോലും അവന്മാർ തന്നില്ല.
തിരിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യണം അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഭക്ഷണവും അതുപോലെ തന്നെ പന്നിമലയിലേക്ക് പോകാനുള്ള ജീപ്പും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജീപ്പിൽ അങ്ങോട്ട് കയറി ട്രെക്കിങ്ങിനേക്കുള്ള പരിപാടിയിലാണ്. പന്നിമലയിലേക്കാണ് ട്രെക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 7 പേരാണ് ജീപ്പിലുണ്ടായിരുന്നത്. അടിപൊളി പോക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കുലുങ്ങി ഒരു പരുവക്കേടായി. കുത്തനെയുള്ള കയറ്റം, അതുപോലെ തന്നെ ഇറക്കം, ആടി ഉലഞ്ഞാണ് ജീപ്പ് പോണത്. ഈ ഓഫ് റോഡ് ഓടിക്കണ ജീപ്പ് ഡ്രൈവർമാരെ സമ്മതിക്കണം. ഭയങ്കര സാഹസികമായ ഡ്രൈവിംഗ് ആണ് അവർ നടത്തുന്നത്. ഇത് കണ്ട തടിപ്പാലമാണ്, പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു തടിപ്പാലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. കറക്റ്റ് പ്ലോട്ടിലൂടെ തന്നെ വണ്ടി ഓടിച്ചാൽ മാത്രമേ ഫ്രണ്ടിലോട്ട് കയറുള്ളൂ. പുള്ളി അതൊന്നും കാര്യമാക്കുന്നില്ല. ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ താഴെ ഇറക്കി പുള്ളി ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് തന്നെയാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കയറിയ ദൂരം ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടി വരും. പക്ഷെ പുള്ളി സാഹസികമായിട്ട് അത് ശരിയാക്കുന്നുണ്ട്. കയറി വരുന്നുണ്ട് കേട്ടാ, കണ്ട കൊമ്പൻ കയറി. ഞങ്ങളുടെ കൂട്ടത്തിലെ കുറച്ച് കൊമ്പന്മാരൊക്കെ അപ്പം തന്നെ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അവന്മാർക്ക് ഈ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ടോപ്പിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ നടപ്പാണ്. ഈ ഒരു വ്യൂ ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. വേറെ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല. പക്ഷേ കയറ്റവും ഇറക്കവുമായിട്ടുള്ളൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീലിന് വേണ്ടിയുള്ളൊരു കയറ്റം മാത്രമാണ് ഈ പന്നിമല. അല്ലാതെ പ്രത്യേകിച്ച് നല്ലൊരു വ്യൂ പോയിൻ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാഴ്ചകളോ ഒന്നും ഇവിടെ നമുക്ക് പന്നിമലയിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നടക്കാൻ കൂട്ടുകാരായിട്ട് കുറേ കയറ്റം, കുറേ ഇറക്കം, കുറേ കാട്, അതൊക്കെ തന്നെയാണ് ഈ പന്നിമലയിൽ കൂടുതലായിട്ടുള്ളത്.
പന്നിമലയിൽ മറ്റു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം കാട്ടിലേക്കുള്ളൊരു ട്രക്കിംഗ് ആണ്. അതെല്ലാവരും വന്നില്ല, ഞങ്ങളൊരു 3-4 പേര് മാത്രമേ പോയുള്ളൂ. ഇതുപോലുള്ള ചെറിയ തടിപ്പാലത്തിലൊക്കെ കയറി കാട്ടിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അവിടെ ചുറ്റും മരങ്ങൾ മാത്രമേ ഉള്ളൂ, റോഡൊന്നും ഇല്ലാത്തൊരു പ്ലേസാണ്. പാമ്പും ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. ഇങ്ങനെയൊക്കെ വന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയല്ലേ. കൂടുതൽ പിന്നെയും കാട്ടിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പറഞ്ഞ് ഇവിടെ പാമ്പുകളുടെ ശല്യമൊക്കെ കൂടുതലുള്ളൊരു പ്ലേസാണ്, അതുപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആനയും കൂടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഇവിടം വരെ മതി, ഇത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോകാമെന്നുള്ള ഒരു മൈൻഡിൽ തിരിച്ചു കയറി. ഞങ്ങൾ 3 പേര് മാത്രമാണ് ഈ കാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാനും ബിൻഡും ജസ്റ്റിനും മാത്രമേ കാടിനുള്ളിലേക്ക് ഇറങ്ങിയുള്ളൂ. കുറേ വെറൈറ്റി പക്ഷികളെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഈ ഒരു പന്നിമല ട്രക്കിങ്ങിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന് സമീപമുള്ള ഈ കൊടുങ്കാട്ടിലേക്കുള്ള ട്രക്കിംഗ് ആണ്. കൊടുങ്കാടെന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കാട് തന്നെയാണ്, അതുകൊണ്ടാണ് കൊടുങ്കാടെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത്. മരങ്ങളും കാടും ചെടിയും എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് എന്താണെന്ന് മാത്രം ചോദിച്ചാൽ മതി. രാത്രിയൊക്കെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നേരത്തെ പോകുന്ന സ്ഥലത്ത് ഷോക്ക് അടുപ്പിക്കാൻ വേണ്ടി കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വഴിയൊക്കെ ഇങ്ങനെയാണ്. മഴക്കാലത്ത് ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും എന്നാണ് പറയണേ. എനിക്കിതുപോലത്തെ സാധനങ്ങളിലൊക്കെ പൊക്കത്തൂടി കയറി വന്നത് കുറച്ച് സീനാണ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും. അവസാനം ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമല്ലോ. പേടിയാണെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത് എൻ്റെ മൈൻഡിലുള്ളതാണ്. പന്നിമലയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുവാണ്. ഇനി ഉച്ച കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകണം. ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകാൻ പോണത്, നക്ഷത്രക്കുത്ത്. ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി പോകാൻ പോണത്. നക്ഷത്രക്കുത്തിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ.